അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റെസിപ്പീൻ്റെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്ത് പോയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പോയത് ആർക്കോയിലേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പം കുട്ടികളെല്ലാം കൊണ്ടിങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നേരെ ഇങ്ങോട്ടേക്കാണ് വന്നേ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്, അത് കുട്ടികൾക്കല്ല വലിയ ആൾക്ക് തന്നെ. പിന്നെ തൊട്ടിൽ, പിന്നെ കുട്ടികൾ കളിക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതാ കയറുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ പോപ്കോൺ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുട്ടികൾ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിയതാണ്. പിന്നെ ഇതില്ലേ, ഇതിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, പിന്നെ ഫാമുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പാർക്കുണ്ട്, ചെറിയ പാർക്കാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയൊരു സംഭവമാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസും ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് വെറുതെ പോയിരിക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഇതുപോലെ പക്ഷികളും പിന്നെ പശുവുണ്ട്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുറച്ചുണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ ഇതുപോലുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതാ ഈ വെള്ളത്തിലാണ് കേട്ടോ ബോട്ടിങ്. ചെറിയൊരു സ്പേസേ ഉള്ളൂ, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ ബോട്ടിങ് ചെയ്യാൻ. പിന്നെ ഇത് കണ്ട ഈ ഒരു ഐറ്റം നമ്മൾ ഗൾഫിലെല്ലാം കാണലില്ല, ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു കോയിൻ ഇട്ടിട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല, ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഇങ്ങനെ ഒരു സോങ്ങെല്ലാം വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒരു റൈഡ് ഉണ്ടാവില്ല കേട്ടോ. റൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യൊന്നുമില്ല, ഇങ്ങനെ അവിടെ നിന്നിട്ടൊരു സോങ്ങൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒന്ന് ആടിക്കൊണ്ടിരിക്കും, അത്ര തന്നെ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇല്ലേ, ഇവിടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. രാത്രിയിലാണ് പോയേ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കാറ്റും ഉണ്ടായിന്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടാ. കുട്ടികളെല്ലാം കൊണ്ട് നടക്കാനും നല്ല രസമുണ്ടായിന് കേട്ടോ. പിന്നെ ഈ ഒരു ട്രാമ്പോലിനിൽ ഷയാന് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേറെ കുട്ടികളുണ്ടെങ്കിൽ ഓന് കയറില്ല, കാരണം അവർ ജമ്പ് ചെയ്യുമ്പം ഇവനിങ്ങനെ പെട്ടെന്ന് തന്നെ വീണു പോകും. അതുകൊണ്ട് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവൻ കയറില്ല കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ഉള്ളവർ തന്നെ ആണെങ്കിൽ അവൻ കയറും. ഇതിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ, അവളുടെ പേര് ഇൻഷ എന്നാണ്. അപ്പോൾ രണ്ടാളും കൂടി നല്ലോണം കളിച്ചിനി. അപ്പോൾ ഷയാൻ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പം ഇൻഷ ഇങ്ങനെ വീണുകൊണ്ടും നല്ല രസമുണ്ടായിന്. പിന്നെ അവർ രണ്ടാളും ഒരു കമ്പനി ആയതുകൊണ്ട് ഒരുമിച്ച് കയറും കേട്ടോ. പിന്നെ പുറത്തുള്ള കുട്ടികളാണെങ്കിൽ ഷയാൻ കയറൂല, ആരെങ്കിലും കയറുന്ന കണ്ടാൽ തന്നെ അപ്പം തന്നെ തിരിച്ച് ഇറങ്ങും കേട്ടോ. പിന്നെ ഈ ഒരു ട്രാമ്പോലയിലെ കുട്ടികളെ എപ്പോൾ കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കയറ്റാൻ വേണ്ടിയിട്ട്. കാരണം അവരെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് നമ്മളെവിടെയും പോകാൻ പാടില്ല. കാരണം ഈ കുട്ടികൾ ജമ്പ് ചെയ്യുമ്പോൾ ഇല്ലേ, അവരെ ലാൻഡിങ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരെ കയ്യോ കാലോ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും കേട്ടോ. ആ ലാൻഡിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് കേട്ടോ. ഞാനങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുട്ടികളിങ്ങനെ ഒന്ന് മടങ്ങിപ്പോവും, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് തന്നെ പിള്ളേരെ ബോൺസെല്ലാം ഒന്ന് പൊട്ടിപ്പോകും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിൽ പിള്ളേരെ കയറ്റുമ്പം നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ഇവർ ഇതിൽ കുറേ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടി ആകുമ്പം അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റായി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ അതിൽ കുറേ കളിച്ച് പിന്നെ അതാ ഇതുപോലെ സ്ലൈഡിലെല്ലാം കുറേ കളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷ അങ്ങനെ പെട്ടെന്നൊന്നും ഇതിലൊന്നും കയറില്ല, ഒക്കെ അത്രേ വയസ്സായിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കയറില്ല കേട്ടോ. പിന്നെ ഷയാൻ കുറേ കളിച്ചിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് പോയിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകണമെന്നുണ്ടായിന്. അപ്പോൾ ഷയാൻ പോയപ്പോഴേ പറയുന്നുണ്ട് ബോട്ടിങ്ങിന് പോകാമെന്ന്. അപ്പം ആദ്യം നമ്മൾ അവിടെ പോയപ്പം ക്ലോസ് ആണെന്നുണ്ടായേ. നമ്മൾ ഇങ്ങനെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ പാടാന്ന് കേട്ടോ വന്നേ. അപ്പോൾ നമ്മൾ ആദ്യം പോകുമ്പം ക്ലോസ് ആണെന്നുണ്ടായേ. പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് പോപ്കോണും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കണ്ടിട്ട് വരുമ്പം ബോട്ടിങ് ഓപ്പൺ ആയിട്ടാണ്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിലെല്ലാം കയറിയിട്ടുണ്ടായിനി. പിന്നെ ഈ ഒരു പൊട്ടാറ്റോ കണ്ട, ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് വാങ്ങൽ ഇതാണ്. നല്ല ടേസ്റ്റ് അല്ലേ, ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഹട്ടെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. സ്റ്റേ ഉണ്ട്, പക്ഷെ സ്റ്റാർട്ടായിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ കുറച്ച് പണിയെല്ലാം ബാക്കിയില്ല ഇതുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലായിടത്തും ഒന്ന് പോയി കറങ്ങി തിരിച്ച് വന്നേട്ടാ. ഇനിയിപ്പം ബോട്ടിങ്ങിന് പോകണം. ഇപ്പോൾ ഇതാ ഷയാന് നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ. ഇല്ലേ, ഷയാന് ബോട്ടിങ്ങിന് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ഇതാ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അത്രയും സ്പേസ് ഉള്ളൂ. പിന്നെ നല്ല രസമുണ്ട്. ഒന്നാമത് രാത്രിയല്ലേ, അപ്പം നല്ലൊരു ക്ലൈമറ്റും നല്ല തണുപ്പുണ്ടായിന്. അപ്പം വലിയ കുഴപ്പമുണ്ടായിട്ടാണ് ഇങ്ങനെ ബോട്ടിങ് ചെയ്യുന്നതിനൊന്നും. പിന്നെ ഞാനും എൻ്റെ ഇളയ ബ്രദറും മോനും അങ്ങനെ ഒരുമിച്ച് നമ്മൾ മൂന്നാളും ഒരു ബോട്ടിൽ കയറി. പിന്നെ എൻ്റെ മൂത്ത ബ്രദറും അമ്മായും മോളും അങ്ങനെ നമ്മൾ 2 ബോട്ടിലാണ് കേട്ടോ കയറിയത്. അപ്പം നല്ല രസമുണ്ടായിന്. ഇങ്ങനെ എല്ലാവരും കൂടി കമ്പനിയായിട്ട് കയറുമ്പോൾ ഒക്കെ നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒരു 8:30-9 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. അപ്പം ചെറുവത്തൂർ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അതിപ്പം സ്റ്റാർട്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ പ്രാവശ്യമായി അവിടത്തേക്ക് പോകണമെന്ന് പ്ലാൻ ആക്കുന്നത്, പക്ഷേ എന്ത് പറഞ്ഞിട്ടും എത്തിയില്ല, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ഇപ്രാവശ്യം അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം എല്ലാവരും അവിടുത്തെ ഫുഡിനെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് കേട്ടെ. അപ്പോൾ ഇതാ അവിടെയും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ട്രാംബുലൈനും പിന്നെ ഇങ്ങനെ സ്ലൈഡും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഷയാന് അവിടെ നിന്നും കളി തന്നെയാണ്. ഷയാനും ഇൻഷാവും രണ്ടാളും കളിച്ചിട്ടുണ്ടായിനി. അപ്പം പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ റെസിപ്പി ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ റെസിപ്പി വീഡിയോ ഇനിയും ചെയ്യാം. ഇൻഷാല്ലാ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.